ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പ് എല്ലാവരും തന്നെ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ, എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ലിഡിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലിഡിലേക്കാണ് പോകുന്നത്. എന്താണ് ഇന്നത്തെ ചലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, സലീഷ് ബ്രോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കും ഒരു ഫ്രൂട്ടും ഒരു സ്നാക്കും മേടിക്കണം. അതുപോലെ തന്നെ ഞാൻ സലീഷ് ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കും ഒരു ഫ്രൂട്ടും ഒരു സ്നാക്കും മേടിക്കണം. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. 5 pounds ആണ് നമ്മുടെ ബഡ്ജറ്റ്. 5 pounds മേലെ ആണെങ്കിൽ ആ കണ്ടൻസ് നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും. പക്ഷെ 5 pounds താഴെയാണെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പം നമുക്ക് വേഗം ചലഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം ലിഡിലിൽ പോയിട്ട് നമുക്ക് വേഗം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ലിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രോയിൽ പറഞ്ഞോണം ചാലഞ്ച് വീഡിയോ ആണ്. 5 pounds ചാലഞ്ച് വീഡിയോ. തമ്പുരാനറിയാം എന്താവുന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ഇവന് ഇഷ്ടപ്പെട്ടു. നല്ല വെയിൽ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. എന്നാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ മരവിക്കുന്നുണ്ട് ഇതിന് പിടിച്ചിറങ്ങുമ്പോൾ. പക്ഷെ ഇവന് ഇഷ്ടപ്പെട്ടു. വേണ്ട കൊള്ളാവോ? ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ലിഡിലിൽ പോയിട്ട് കാണാം. ബൈ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ആദ്യം തന്നെ സ്നാക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്നാക്ക് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം ഡോണറ്റ്സ് ആണ്. സ്നാക്കായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ എന്തെങ്കിലും നോക്കട്ടെ. സലീഷ് ബ്രോയ്ക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വേണ്ട. നമുക്ക് 5 pounds ഉള്ളൂ നമ്മുടെ ടാർഗറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് 5 pounds ആണ്. 5 pounds നമുക്കൊരു ഫ്രൂട്ട് എടുക്കണം, അതുപോലെ തന്നെ ഒരു സ്നാക്ക് എടുക്കണം, അതുപോലെ തന്നെ ഒരു ഇതെടുക്കണം. എന്തെടുക്കണം? ഡ്രിങ്കും എടുക്കണം. അപ്പം ഞാൻ സ്നാക്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് റോസ്റ്റഡ് കാഷ്യൂ എടുക്കാം. സലീഷിന് ഭയങ്കര ഇഷ്ടമാണ് റോസ്റ്റഡ് കാഷ്യൂ. നോക്കട്ടെ കേട്ടോ. ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇതെടുക്കാം. വിചാരിക്കുന്നു ഇതെടുക്കാമെന്ന് വിചാരിക്കുന്നു. റോസ്റ്റഡ് സോൾട്ടഡ് കാഷ്യൂസ് കേട്ടോ. 99p ഉള്ളൂ. അപ്പം നമുക്ക് 1 pound ആയി കേട്ടോ. ഇനി നമുക്ക് ബാക്കി 4 pound എടുക്കാം. ഇതാകുമ്പോൾ സലീഷിന് ഭയങ്കര ഇഷ്ടമാണ് കാഷ്യൂസ്. സോ നമുക്ക് 99p ഇതെടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം സ്നാക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് എടുക്കണം. ഡ്രിങ്ക് ഞങ്ങൾ വിചാരിക്കുന്നത് കോക്ക് അതുപോലത്തെ ഡ്രിങ്ക് അല്ല, ജ്യൂസ് എന്തെങ്കിലുമാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട് എടുക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബാക്കി 4 pound ഉള്ളത്. അപ്പം 4 pound നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കണം കേട്ടോ. നോക്കട്ടെ. മൊത്തം ഐസ്ക്രീംസാണ്. നമ്മൾ രണ്ടാളും ഒരേ ലിഡിലാട്ടോ വന്നേക്കണം. അപ്പോൾ സലീഷ് ബ്രോ അപ്പുറത്തെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഓൾറെഡി അവൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് സ്നാക്സ് ഇഷ്ടം. എനിക്കൊരു ഡോണറ്റ് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ സ്നാക്ക്. നമുക്ക് നോക്കാം എന്താണ് സലീഷ് ബ്രോ എടുക്കാന്നുള്ളതല്ലോ. എന്തായാലും സലീഷ് ബ്രോ വേറെ ഏതെങ്കിലും ഞാൻ എന്തായാലും ക്യാഷ് എടുത്തിട്ടുണ്ടെന്ന് അവൻ വിചാരിക്കില്ല. നമുക്ക് നോക്കാം കേട്ടോ. സലീഷ് ബ്രോ അങ്ങോട്ട് പോകുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോവാം. എനിക്ക് തോന്നണോ ഫ്രൂട്ട് നമുക്ക് എന്തെടുക്കാം? യോഗർട്ട് ആൻഡ് ബെറി, ഓറഞ്ച്, മാംഗോ ആൻഡ് പാഷൻ കുറേ ഉണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഫ്രഷ്ലി സ്ക്വീസ്ഡ് സ്ട്രോബെറി ലെമണേഡ്, കോക്കനട്ട് വാട്ടർ, ഇതെനിക്കിഷ്ടം കേട്ടോ. അപ്പം ഇത് അവൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കൊടുക്കാം. വേറെ എനിക്ക് ഇവിടെ സതീഷിന് ഇഷ്ടമുള്ളത് എനിക്ക് തോന്നുന്നു ആപ്പിൾ ജ്യൂസ് എടുക്കാം. നമുക്ക് സലീഷ് നാച്ചുറൽസിൻ്റെ ആപ്പിൾ ജ്യൂസ് എടുക്കാം. എനിക്കാണെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്. ഈ കോക്കനട്ട് വാട്ടർ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഇഷ്ടമുള്ളതൊന്നുമില്ല. ആപ്പിൾ ജ്യൂസ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എനിക്ക് ഈ ഡോണറ്റ് ആണ്. They don't want. They want. Yeah, they're an hour.
ഈ ഡോണറ്റാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞു, സ്നാക്കും എടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 പോയിന്റ് സംതിങ് പൗണ്ട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫ്രൂട്ട് കൊടുക്കാം. ഫ്രൂട്ട് നമുക്ക് നോക്കട്ടെ. എനിക്ക് സലീസ് ബ്രോൻ്റെ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഉള്ളതിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഇതാണ് കേട്ടോ, മാംഗോ. മാംഗോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്. അതല്ലെങ്കിൽ കിവിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സലീസ് ബ്രോയ്ക്ക് നമുക്ക് ഇത് ഫ്രൂട്ട് എടുക്കാം, നോക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ, ഏത് ഫ്രൂട്ട് എടുക്കണ്ടേ എന്നുള്ളതിൽ. നമുക്ക് നോക്കാം ഏത് ഫ്രൂട്ടാ വേണ്ടേ, പക്ഷെ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് ഈ പൈനാപ്പിൾ എടുക്കാം. നമ്മൾ ഈ റീസണിൽ ഇപ്പം പൈനാപ്പിൾ കുറേ കഴിക്കുന്നുണ്ട്, കാരണം പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 95p നമുക്ക് ഈ പൈനാപ്പിൾ എടുക്കാം. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും 5 pounds താഴെയാണ്. എനിക്ക് തോന്നുന്നത് 1 pound എക്സ്ട്രാ ആണെന്ന് തോന്നുന്നുണ്ട്. അത്ര എന്തായാലും ആയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു സലീഷ് ബ്രോ എടുത്ത് കഴിഞ്ഞോന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം സലീഷ് ബ്രോ എടുത്ത് കഴിഞ്ഞോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിനി ബാക്കി ബില്ലടിക്കാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാം എടുത്ത്, എനിക്ക് തോന്നുന്നില്ല സലീഷ് ബ്രോ സ്നാക്കിൽ സലീഷ് ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടത് റോസ്റ്റഡ് ക്യാഷ്യൂ ആണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് സലീഷ് ബ്രോൻ്റെ മൈൻഡിലോട്ട് അത് പോയിട്ടുണ്ടാവില്ല. സ്നാക്കായിട്ട് കൂട്ടാമോ എന്നുള്ളത് അവൻ്റെ മൈൻഡിലേട്ടേ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. അവൻ കറക്റ്റായിട്ട് ഡോണറ്റ് എടുക്കും എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ സ്നാക്ക് അറിയില്ല. പിന്നെ ഫ്രൂട്ട്സ് അവൻ എന്തായാലും മാംഗോ എടുക്കും എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഡ്രിങ്ക് അവന് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്തെടുക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പോയിട്ട് സലീഷ് ബ്രോനെ കണ്ടുപിടിക്കട്ടെ. സലീഷ് ബ്രോ എല്ലാം സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നാട്ടിലത്തെ പോലെ കോക്കനട്ട് വാട്ടർ ഞാൻ കണ്ടു. എന്താണെന്ന് അറിയില്ല, കുറേ നാളായി കോക്കനട്ട് വാട്ടർ കുടിച്ചിട്ട്. അപ്പം ഞാനത് എടുക്കാമെന്ന് വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറേ ഡ്രിങ്ക് ഞാൻ അവിടെ കണ്ടു. എല്ലാത്തിലും ഓറഞ്ച് മിക്സാണ്. ഓറഞ്ച് മാംഗോ, ഓറഞ്ച് പൈനാപ്പിൾ, ഓറഞ്ച് സ്ട്രോബെറി. അപ്പോൾ ഞാൻ എന്തായാലും കോക്കനട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്ലോപ്പ് ആവുന്നില്ലെന്ന് നമുക്ക് നോക്കാം. സ്നാക്സ് ഞാൻ എടുക്കാൻ പോകുന്നത് ഡോണറ്റാണ് കേട്ടോ. ഡോണറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മുകളിലിരിക്കുന്ന ഡോണറ്റാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ മാംഗോ ആണ് എടുക്കണം കേട്ടോ. അവർക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് ഇത്തിരി കിട്ടാനും ബുദ്ധിമുട്ടിയ സംഭവമാണ് മാംഗോ. മാംഗോ നമ്മൾ എടുക്കാൻ പോകുന്നത് അവൾക്ക് വേണ്ടിയിട്ട്. സെറ്റായല്ല, എല്ലാം എടുത്തു കഴിഞ്ഞോ? എല്ലാം എടുത്തിട്ടുണ്ട്. നോക്കണ്ട കേട്ടോ, നോക്കില്ല. അപ്പൊ ഇതെങ്ങനെ ബില്ലടിക്കണം? അതെടുക്കാം. 5 pound താഴെയുള്ള ഉറപ്പല്ലേ? ആയിരിക്കും. 5 pound താഴെ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവട്ടെ. ഓക്കെ. അപ്പൊ നമ്മള് 2 ആള് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ആളും ഫ്രൂട്ടും ഡ്രിങ്കും ഒക്കെ എടുത്തിട്ടുണ്ട്. അടുത്താണ് നമ്മൾ നിക്കണേ, പക്ഷെ ഇപ്പോഴും നമ്മള് നോക്കിയിട്ടില്ല. ട്രോളിയിലേക്ക് നോക്കിയിട്ടില്ല. നമ്മള് വീട്ടിൽ പോയിട്ട് നോക്കാന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ പാർക്കിൽ കയറും, അവിടെ നിന്നിട്ട് നോക്കാന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാട്ടെ. ഇനി നമുക്ക് പോയിട്ട് ബില്ലടിക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിറങ്ങി. അവള് വരണുള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കാണ് കേട്ടോ. അവള് വരുമ്പോൾ നമുക്കത് എടുക്കാം. ഗൈസ്, അപ്പൊ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ സലീഷ് ബ്രോ ഇവിടെ ഉണ്ട്. നമ്മൾ 2 ആളും കൂടി പാർക്കിൽ പോവാന്നാണ് വിചാരിക്കണത്. നല്ല വെയിലാണ് കേട്ടോ, പക്ഷെ അധികം തണുപ്പില്ല, അതുകൊണ്ട് വലിയ സീനില്ല. നല്ല വെയിലാണ്. നമ്മൾ വിചാരിച്ചു പാർക്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ പൈസ കുറവാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. എന്റെ പൈസ ഞാൻ പറഞ്ഞ പോലെ എത്ര 5 pound പറഞ്ഞിട്ടുണ്ടേ. 5 pound ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ പൈസ കുറച്ച് കുറവാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് വേണം. എക്സ്ട്രാ പോയിന്റ്സ് ഒന്നുമില്ല. ജ്യൂസിന് എവിടെയോ ഫ്ലോപ്പ് ആയി എന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച സാധനം എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് പാർക്കിൽ പോയിട്ടിരിക്കുമ്പോൾ പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ പുറത്തെടുക്കില്ല, പക്ഷെ കാര്യങ്ങൾ നമുക്ക് ബില്ല് വെച്ചിട്ട് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് അവിടെ പുറത്തേക്ക് എടുക്കുന്നത് എന്തിനാ? അത് വേണം. ആൾക്കാരൊക്കെ ഇരിക്കണ്ട. ആൾക്കാരൊന്നും ഇല്ല ഇവിടെ പാർക്കില്. നമുക്ക് നോക്കിട്ട് അത് ചെയ്യാം. വീഡിയോ ചിലപ്പോ വരാം. നമുക്ക് നോക്കിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വായോ. അപ്പൊ ഞങ്ങൾ പാർക്കിലേക്ക് എൻ്ററായി. ഇവിടെ കുറെ സംഭവം ഉണ്ട്. ഇതിനകത്തൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. സീസോ
പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഫുട്ബോൾ കോർട്ടോ മറ്റേ ബാസ്കറ്റ് ബോൾ കോർട്ട് പോലെ ചെറിയൊരു കോർട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ടേബിൾ ഉണ്ട്. ഇവിടെ പിള്ളേർ വന്ന് ചാടി കയറി അതിൻ്റെ കൂടെ ചൂടുള്ള എന്തൊക്കെ ചെയ്തിട്ട് ഇവിടെ കരിയിച്ചിട്ടേക്കാണ്. കുട്ടി അടുത്ത ടേബിൾ തപ്പി നോക്കാണ്. അവിടുത്തെ അവസ്ഥ ഏകദേശം സെയിം ആയിരിക്കും. കൊള്ളാം. അവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്. അതുപോലെ തന്നെ ഒന്നും കാണുന്നില്ല, ഫേസ് കാണുന്നില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു ചെയറുണ്ട്, അപ്പൊ നമുക്ക് വിചാരിച്ചു അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ ഇരിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ അതന്നെ ഇരിക്കാനുള്ള സീറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഐറ്റംസ് എടുക്കാൻ പോണേണ്. ആദ്യം തന്നെ സലീഷ് ബ്രോ ഏതാ എടുക്കണത് നോക്കി നോക്ക്. ഞാൻ ക്ലൂ തരാം. ഓക്കെ, ഫ്രൂട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഞാൻ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് മാംഗോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് മാംഗോ, കിവി, സ്ട്രോബെറി. ഇതിനകത്ത് ഏത് എടുത്താലും സലീഷ് ബ്രോന് മാർക്ക് കൊടുക്കാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ഇത് 3 അപ്പൊ ഏത് എടുത്തേക്കണേന്ന് നോക്കിക്കോ. ഇങ്ങനെ കാണിക്കണേ. അപ്പോ കുട്ടി പറഞ്ഞു കുട്ടീനെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് മാംഗോ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മറ്റേ കൈ കൊട്ടണ ടൂണില്ലേ ഇങ്ങനെ ആ സാധനം ഇവിടെ കാണിക്കാം. മാംഗോ സാധനം കേട്ടോ. എടുക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 പോയിന്റ്. മാംഗോസ് എടുക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് കിട്ടണ പോലെ ഇവിടെ കിട്ടല് വേറെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇതുപോലെ ഫ്രൂട്ട്സ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും മാംഗോസ് ആണ് കൊണ്ടുവരാൻ വെച്ചാൽ അവർക്ക് വേറെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ മാംഗോസ് കൂടെ ഞാൻ കിവി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കിവി പറഞ്ഞ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതുകൊണ്ട് തിരിച്ചു വെച്ചു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മാംഗോ. അപ്പൊ സലീഷ് ബ്രോന് 1 പോയിന്റ് കേട്ടോ. നമുക്ക് ഇവിടെ കൊടുക്കാട്ടോ 1 പോയിന്റ് എന്നുള്ളത്. ഇനി അടുത്തത് എന്റെ ഫ്രൂട്ട് ഏതാ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി സലീഷ് ബ്രോന്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഞാൻ എടുത്തേക്കണത്. സലീഷ് ബ്രോ ആദ്യം തന്നെ പറഞ്ഞു ഏതാണ് സലീഷ് ബ്രോക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പൈനാപ്പിളും പിന്നെ പൈനാപ്പിൾ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ സ്ട്രോബെറി നല്ല ഇച്ചിരി സ്വീറ്റ്സ് ഉള്ള സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെയും സ്ട്രോബെറി നന്നായിട്ട് കഴിക്കും. സ്ട്രോബെറി ഉണ്ടായിരുന്നു, പക്ഷെ ആക്ച്വലി ചിലപ്പോ പുളിയാണെങ്കിൽ പുളി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. ബിക്കോസ് നമ്മൾ ഈ ഇടക്ക് നന്നായിട്ട് പൈനാപ്പിൾ ജ്യൂസ് എല്ലാം ഉണ്ടാക്കി കഴിക്കാട്ടോ. ഞാൻ എടുത്തേക്കണത് പൈനാപ്പിൾ ആണ്. സോ എനിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിയാ, പൈനാപ്പിൾ ഈയിടെയായിട്ട് ഞാൻ പൈനാപ്പിൾ ആണ് ഞാൻ എടുത്തേക്കണം. അപ്പൊ എനിക്ക് 1 പോയിന്റ്. പൈനാപ്പിൾ നമ്മൾ ഈ ഇടയായിട്ട് ഫുൾ ഡേ ജ്യൂസ് കഴിച്ച് കുടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് ഡെയിലി ഒരു ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. നമ്മള് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. സോ എനിക്കും 1 പോയിന്റ്, സലീഷ് ബ്രോയ്ക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്നാക്സിലേക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നീ അല്ല, അപ്പൊ സ്നാക്സ് നീ എടുത്തോ. അപ്പൊ സ്നാക്സ് നീ ഏതായിരിക്കും വിചാരിക്കുന്നത്? നിന്റെ ഫേവറേറ്റ് സ്നാക്ക് ഏതാണ്? നീ ആദ്യം എടുക്ക്, എന്നിട്ട് ഞാൻ പറയാം. ഇല്ല അന്ന് ഞാൻ ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ആദ്യം എടുക്ക്. അല്ലല്ല, സ്നാക്സ് ഇവിടെ വന്നതിന് ശേഷം, നമ്മുടെ നാട്ടിൽ സ്നാക്സ് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഡോണറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഡോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ചോക്ലേറ്റുള്ള ഡോണറ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഞാൻ എനിക്ക് അറിയായിരുന്നു, ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സലീഷ് ബ്രോ ഉദ്ദേശിക്കുന്നത് സ്നാക്ക് ഡോണറ്റ് ആണെന്ന്. പക്ഷെ അതിനേക്കാൾ അവന് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ആ കടയിൽ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. എപ്പോഴും നമ്മൾ അടി പിടിക്കണത് ഇതിന് വേണ്ടിയിട്ടാട്ടോ. ഓ, കാഷ്യൂ. പക്ഷെ കാഷ്യൂ നമുക്ക് സ്നാക്സ് ആയിട്ട് പറയാൻ പറ്റും. ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സലീഷ് ബ്രോയ്ക്ക് ഓർമ്മയിൽ പോലും വരില്ല സ്നാക്ക് ആയിട്ട് കാഷ്യൂ പറയാന്ന്. പക്ഷെ ശരിയാ, കാഷ്യൂ ഇവിടെ നാട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ 2 പാക്കറ്റ് ഇത് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് മൊത്തം തിന്നീർക്കാം. അപ്പൊ ഞാൻ ഭയങ്കര ഇടിയാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തേക്കണത് കേട്ടോ, കാഷ്യൂ. അപ്പൊ എനിക്ക് പക്ഷെ ഇതിന് ഞാൻ പോയിന്റ് കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാഷ്യൂ ഞാൻ സ്നാക്സ് ആയിട്ട് കൂട്ടുക, നമ്മളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാന്നുള്ള രീതിയിൽ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ശരി, അതിന് ഞാൻ പോയിന്റ് തരും. അത് ഞാൻ ഉറപ്പിച്ചു, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് കൂടി നീ എടുക്കുക, എന്നിട്ട് ബാക്കി ഞാൻ എന്റെ പോവാം. ഡ്രിങ്ക് ഞാൻ എടുത്തേക്കണത്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ഏതാണ്? ഡ്രിങ്ക് ഞാൻ സാധാരണ ഡ്രിങ്ക് കുറെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു, പിന്നെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയാം. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാനിപ്പോ
മറ്റേ മോഗോ ഗൂസാ മോഗു പക്ഷെ ഇല്ല. ഇല്ല. ശരിയാ. മോഗുവിന്റെ ഞാൻ എടുക്കാറുള്ള ലിച്ചി ഫ്ലേവറാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കാറ്. ഏറ്റവും കൂടുതൽ കുടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നമ്മുടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ, അവിടെയാണ് ഞാൻ മോഗോ കൂടുതൽ കണ്ടിട്ടുള്ളത്. മോഗു എന്താണ് മോഗു അതിന്റെ പേരറിയില്ല, പക്ഷെ അതിന്റെ കുപ്പി ഉണ്ടെങ്കിൽ ഞാൻ വേഗം കണ്ടുപിടിക്കും. അതുകൂടാണ്ട് പിന്നെ എടുക്കാറുള്ളത് റൂബിക്കോണിന്റെ മാംഗോ. പക്ഷെ ഈ രണ്ടും ഞാൻ ലിഡില് കണ്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് രണ്ടും എടുക്കാൻ വഴിയില്ല, അപ്പൊ എന്തോളം എടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു ആലോചനയാണ്. നമുക്കത് നോക്കാം. എനിക്കിഷ്ടമുള്ളത് മോഗും. അത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നത് മാംഗോ ജ്യൂസ് ആണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പൊ അത് തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ നാച്ചുറൽസിന്റെ ആപ്പിൾ ജ്യൂസ് ആയിട്ട് എടുത്തേക്കണത്. സോ എനിക്കൊരു പോയിന്റ് 3 out of 2 ആണ് എന്റെ പോയിന്റ്സ്. നമുക്ക് നോക്കാം ഇനി സലിഷ് ബ്രോ ഇപ്പൊ ഓൾറെഡി 1 point ഇട്ടിട്ടുണ്ട്. ബാക്കി പോയിന്റ്സ് എത്രയാണ് കിട്ടണേ നോക്കാട്ടോ. ഇത് മൊത്തം സലിഷ് ബ്രോ കൊണ്ടുപോകും. അതൊക്കെ എത്ര ഉള്ളൂ മനസ്സറിയുന്നതാണ്. അപ്പൊ ഞാൻ നേരെ ഇനി നമുക്ക് സലിഷ് ബ്രോന്റെ നോക്കാം. ഓക്കെ, എടുത്തോ സലിഷ് ബ്രോന്റെ സ്നാക്ക് എടുത്തോ. മാംഗോ ഓൾറെഡി എടുത്തു, അത് 1 point കിട്ടിയിട്ടുണ്ട്. അടുത്തത് സ്നാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡോണറ്റ് ആണ്. അത് ഉള്ളില് ചോക്ലേറ്റ് ഇല്ലാത്ത ഡോണറ്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടം. അത് തന്നെയായിരിക്കും ഇവനെ എടുത്തേക്കണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. എടുത്തോ, കാരണം അത് എപ്പോഴും ലിഡില് പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ബേക്കറി സെക്ഷനിൽ അത് എടുക്കാനാണ്. അത് അധികം വിലയില്ല കേട്ടോ, 39B. അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞൊരു സ്നാക്കാണ് ലിഡിലത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പൊ പറഞ്ഞോണം അത് തന്നെയാണ് അവൻ എടുത്തേക്കണത്. കണ്ടോ, ഈ ഒരു ഡോണറ്റാണ് അവള് 2 എണ്ണം എടുക്കാറ്. രണ്ടെണ്ണം എടുക്കാറ്. അപ്പൊ ഞാൻ 2 എണ്ണം തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എനിക്കിഷ്ടമുള്ള എന്റെ ഡോണറ്റ് കൂടെ ഞാൻ പൊത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ചോക്ലേറ്റ് കൂടുതൽ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോണറ്റ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ എല്ലാം പർച്ചേസ് ചെയ്ത് വന്നപ്പോ 3.54 ആയിട്ടുള്ളത്. സലിഷ് ബ്രോന്റെ 5ന് താഴെയാണ് കറക്റ്റ് ആയത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇതിന് സ്നാക്കിനും സലിഷ് ബ്രോയ്ക്ക് അപ്പൊ 2 points കിട്ടി. ഇനി എനിക്ക് ജ്യൂസ്, എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് എന്ന് പറയുന്നത്, അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആപ്പിൾ ജ്യൂസും അതല്ലെങ്കിൽ ഒരു കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞൊരു ജ്യൂസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് 2 ഏതെങ്കിലും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ ഒന്നും എനിക്ക് അധികം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ നോക്കാം ഇവൻ ഏതാണ് എടുത്തേക്കണേന്നുള്ളത് നോക്കാം. എനിക്കറിയായിരുന്നു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒന്നും കഴിക്കില്ലാന്ന്. അപ്പോ ഞാൻ കണ്ടത് ഇവള് പറഞ്ഞു കോക്കനട്ട്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു പേടിയുണ്ട്. ഞാൻ ഇതുപോലെ മോഗുവിന്റെ കോക്കനട്ട് ഞാനൊന്നും കഴിച്ചപ്പോ അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. രണ്ടാമത് ഞാൻ നാട്ടിലത്തെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോക്കനട്ട് അത് വാട്ടർ എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട്. അത് അവൻ എടുക്കുകയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ജ്യൂസുകളിൽ വെള്ളത്തില് കരിക്ക് വെള്ളം ഞാൻ ഭയങ്കരമായിട്ട് കുടിക്കാറുണ്ട്. ഇത് കണ്ടപ്പോ എനിക്കത് ഭയങ്കര മിസ്സിംഗ് ആയി. അപ്പൊ ഞാനിത് എനിക്കിത് ഉറപ്പുണ്ടായില്ല, ഇത് പണി തരോ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായില്ല. അപ്പൊ സലീഷ് ബ്രോ കറക്റ്റ് ആയിട്ട് 3 out of 3 തന്നെ മേടിച്ചേക്കണം കേട്ടോ ഗൈസ്. അപ്പൊ ഞാൻ ഈ ചാലഞ്ചിൽ തോറ്റിരിക്കും. എന്ത് ചെയ്യാൻ അപ്പൊ ഞാൻ ഈ ചലഞ്ചിൽ തോറ്റു കേട്ടോ. ഈ ചലഞ്ചിൽ നമ്മൾ ആരാ ജയിച്ചേക്കണേ? സലീഷ് ബ്രോ ജയിച്ചേക്കണം കേട്ടോ. സലീഷ് ബ്രോയ്ക്ക് 3 out of 3യും എനിക്ക് 2 out of 3 ആണ്. പക്ഷെ കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചാലഞ്ച് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. നമ്മള് എന്തായാലും ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചാലഞ്ച് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് പറയണം. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ കുഞ്ഞി ചാലഞ്ച് വീഡിയോ. ഇനിയും ഞങ്ങൾ ഇതുപോലെ കുറച്ച് ചാലഞ്ചുകളായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ചാലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ അത് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.